രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കാമവെറി പൂണ്ട ഒരു യുവകോമളൻ ശ്രീദേവിയുടെ വാതിൽ. ആ ശബ്ദം വെറിയം വാതിൽ തുറന്നത്. ഓഹോ, അവൻ അകത്തേക്ക് കിടക്കുന്നു. ആരാണവൻ? ചേട്ടൻ മുത്തശ്ശി അടക്കം എല്ലാവരെയും വിളിച്ചു നിർത്തണം. വിഷയാസക്തനായ യുവാവിനെ പിടികൂടാനല്ല, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടും. എന്നും അവനോട് വരാറുണ്ടെന്നും ശ്രീദേവി ജാരസംസർഗമുള്ളവളാണെന്നും പിഴച്ചവളാണെന്നും മുത്തശ്ശിയെ ധരിപ്പിക്കണം. ആ നിമിഷം അവളെ പാഴ്സൽ ചെയ്യും. ആ ജാരൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. വക്കീലായിരിക്കും അല്ലേ? അല്ല. പിന്നെ ആ യുവകോമളൻ ഞാനായാലോ? അയ്യോ, കഥയിൽ ചോദ്യമില്ല. ലലിത, കണ്ണു കണ്ടൂടാ, എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്തും. മൂക്ക് വലിച്ചു പിഴാതെ ഇതിനേക്ക് ഇന്നെങ്കിലും ദേഹം നിനക്ക്. എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയൊരു സ്ഥലത്ത് എന്നെ കൊണ്ടിരുത്തിയിട്ട് ചേട്ടൻ പോയി എല്ലാരെയും വിളിച്ചുണത്തെ. ഇതിന്റെ കീഴോട്ട് കയറിക്കോ. ഏതിന്റെ? കട്ടിലിന്റെ. നാക്ക് വലിച്ചു പിഴാതെ. മെല്ലെ മെല്ലെ, മൂടി പോവും, മൂടി പോവും. ആയി നോക്കിക്കാതെ പോ. പെണ്ണിനെ കാണുന്നില്ലല്ലോ. കാണാൻ വയ്യ. ഈ പ്ലാനും പൊട്ടി. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എന്നെ ശ്രീദേവി, ആളിയാണെന്ന് ഉനക്ക് തെരിയുമാ? ഇല്ല, മുഖംമൂടി വെച്ചിരുന്നോണ്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കള്ളന്റെ കാല് നോക്കി നല്ല അടി കൊടുത്തിട്ടുണ്ട്. അടി ഇടത് കാലിക്കാ വലത് കാലിക്കാണ്ട് കറക്റ്റാ ചൊല്ല മുടിയുമാ? ഇയാൾ എന്തുവായി പറയുന്നേ? അടിക്കാൻ നേരത്താണോ വലത്തുകാലും ഇടത്തുകാലും നോക്കുന്നേ? കാലിന് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കള്ളനെ കാലത്ത് കണ്ടുപിടിക്കാം. ഏതായാലും ബംഗ്ലാവിന് പുറത്തുള്ള ആരുമാകാൻ വഴിയില്ല. വക്കീലേ, അപ്പടിന്നാ നാളേക്ക് കാലയിലെ എല്ലാവരുടെ കാലും എനിക്ക് നേരിട്ട് പരിശോധിക്കണം. മല്ല ആച്ചി, ദൈവാധീനം കൊണ്ടാ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയത്. എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ കള്ളനെ കൈയോടെ പിടിക്കും കൂടെ ചെയ്താ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും മുത്തശ്ശിക്ക് എന്നോട് അല്പം മമത കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കാണുന്നേ? നിങ്ങളായിരുന്നു അവിടെ കയറി. താമദ്രോഹി, നീ എന്റെ കാലിന്റെ നെരിയാണി അടിച്ച് തിരിച്ചു കളഞ്ഞല്ലോ. നിങ്ങളെ കാലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സ്വന്തം ഭർത്താവിന്റെ പാദങ്ങൾ കണ്ട തിരിച്ചറിയാൻ കഴിയാത്ത നീ ഒരു ഭാര്യയാണ് ഒടിച്ചെറ്റ്. ഇവിടെ ചിലർക്ക് സ്വന്തം പുരുഷനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, പിന്നെയാണ് പാദം. തുടങ്ങി ഈ മനുഷ്യന്റെ ഒരു ഇനിയെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ? നാളെ രാവിലെ മുത്തശ്ശി കാലിന് പരിക്കുവച്ചവരെ കണ്ടുപിടിക്കാനിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നിങ്ങളെ കാലിയാനി എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും. ലാലിച്ച, നിന്റെ കാലിന് വേദനയുണ്ടോ? തല വേദനിക്കുന്നു.
வக்கீலே அந்த திருடன் யாருன்னு தெரிஞ்சா இன்னைக்கு அவனை ஊரை விட்டு அனுப்பணும். ஒருத்தரேட்ட விളിக்க. முருகையா, നമസ്കാരം. നമസ്കാരം. എന്താ വക്കീലെ ഇതെല്ലാം? അതിപ്പോ മല്ല ஏன் தாயே இப்படி கட்ட வண்டில போய் உடம்பு கெடுத்துக்கிறிய? நாளைக்கு ஒண்ணுன்னா கவலைப்பட போறது நான் தானே. ஆமா வள்ளி, நான் ஒண்ணு அத நம்பல. இருந்தாலும் மனச போட்டு ஏன் குழப்பிக்கணும்னு கேக்குறேன். உன் அப்பாவுடைய வம்சம் கேரளாவில இருந்து வந்திருக்கிறதாவும் அவரோட தங்கச்சி பையனை உனக்கு கல்யாணம் செய்ய போறதாவும் ஊர்ல பேசிக்கிறானுங்க. அவனுங்க கிடக்குறானுங்க நாரி பசங்க. சின்ன வயசுல தமிழ் பாட்டா பாட சொல்லி என்ன தொந்தரவு பண்ணதையும் நானும் உனக்கு அழுக்காம பாடி காட்டினதும் ஊருக்கு எங்க தெரிய போகுது. ஒருவேளை உனக்கு கேரளக்கார பையன் தான் பிடிக்கும்னு சொன்னா ஞானும் என்னோடு மலையாளத்தில் சம்சாரிக்கும் பாடும். எந்தா குட்டி ராஜவல்லி, மனசுலாயா? வைராக்கியம்னு இந்த தர்மராஜன் மனசுல வச்சுட்டோம். நடக்கிற கதையே வேற. என்ன கலாட்டா தம்பி? நீங்க யார்கிட்ட பேசுறீங்கன்னு நல்லா புரியுதுல்ல? பார்த்து பேசுங்க. நீங்க வண்டியில ஏறமா? நாய முற நாய. முத்தச்சி பண்ணையில இருக்கிற கூலிக்கார கழுதிங்க கூட என்ன எழுத்து பேச ஆரம்பிச்சிட்டீங்கல்ல? எல்லாம் நேரம்டா நேரம். முத்தச்சி பண்ணையில இருக்கிற ஒரு துரும்ப பத்தி பேசினாலும் பண்ணையில இருக்கிற ஒவ்வொரு புல்லும் எதிர்த்து நிக்கும். என்னடி சொன்ன? போடா. ஓ, கேரளா மாப்பிள்ளையா? நீ இன்னும் போகல? நான் உனக்கு அன்னைக்கே சொன்னல, இது எங்க குடும்ப ப்ராப்ளம்னு. மரியாதையா வேலை பார்த்து ஓடிடு. എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? பிரச்சனையே இப்ப இதுதான்டா. சரிங்க, அவனை விடாதீங்களா?
அடாடாடாடாடா என் ரத்தம் என்னமா துடிக்குது பாரு. ரத்தம் துடிக்காதுங்க அஜமா. என் புள்ள விளையாடுற விளையாட்ட சொன்னேன்டா.